നമസ്കാരം. ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ പ്രത്യേക പോലീസ് സംഘത്തിൻ്റെ അമാന്തം കുടുംബത്തോടൊപ്പമാണ് എന്ന് പറയുന്ന സർക്കാർ, ഏതായാലും സംസ്ഥാന സർക്കാർ, പിണറായി സർക്കാർ, CPM വല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ അവസരത്തിൽ ഇങ്ങനെ സംസ്ഥാന സർക്കാർ ഭരണം പ്രതിസന്ധിയിൽ പോകുന്ന അവസരത്തിൽ ഭരണത്തിലിരിക്കുന്ന പാർട്ടി CPM എന്ന പാർട്ടി ഒരു വേള കേരള സംസ്ഥാനത്തിൽ അസ്തമിക്കുകയാണോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. അത്തരത്തിൽ പ്രവർത്തനങ്ങളാണ് പാർട്ടി സമ്മേളനം നടക്കുന്ന കൊല്ലം ജില്ലയ്ക്ക് തൊട്ടടുത്ത ജില്ല കരുനാഗപ്പള്ളിയിൽ ഒരു ലോക്കൽ കമ്മിറ്റി സമ്മേളനത്തിൽ ഇന്ന് ഉണ്ടായിരിക്കുന്നത്. പാർട്ടിയിൽ ഇതുവരെ കൊല്ലം ജില്ലയിൽ തീർക്കേണ്ട ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങൾ തീർന്നിട്ടില്ല. കൊല്ലം ജില്ലയിൽ ഇത്തരത്തിൽ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ ഇത്തരത്തിൽ തർക്കത്തിൽ നിൽക്കുന്ന നിരവധി ലോക്കൽ കമ്മിറ്റികൾ കരുനാഗപ്പള്ളിയിലുണ്ട്. ഇങ്ങനെ ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ ഈ അടുത്ത ഏരിയ സമ്മേളനത്തിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. ഇന്ന് കരുനാഗപ്പള്ളിയിൽ തൊടിയൂരിൽ കഴിഞ്ഞ തവണ മാറ്റിവെച്ച സമ്മേളനം വീണ്ടും ഇന്ന് നടക്കുകയുണ്ടായി. നടന്ന തൊടിയൂരിൽ നടന്ന LC സമ്മേളനത്തിൽ ഒരു തവണ മാറ്റിവെച്ച ഈ LC സമ്മേളനത്തിൽ പാർട്ടിക്കകത്ത് ഭരണരംഗത്തും ഉണ്ടായിരിക്കുന്ന പിണറായിസത്തിന്റെ അപ്രമാദിത്വത്തിനെതിരെയാണ്, ജനാധിപത്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് LC കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ പാർട്ടി പ്രതിനിധികൾക്കെതിരെ മുദ്രാവാക്യവും വിളിച്ചുകൊണ്ട് അണികൾ രംഗത്തെത്തിയത്. അതായത് സാധാരണ നിലയിൽ അച്ചടക്കത്തിൻ്റെ വാള് പ്രവർത്തകർക്ക് നേരെ വെച്ച് നീട്ടി പാർട്ടിയിൽ അച്ചടക്കം ഉണ്ടാക്കുന്ന CPM എന്ന് പറയുന്ന പാർട്ടി ഇന്ന് LC സമ്മേളനം നടന്ന സ്ഥലത്ത് നടക്കുന്ന കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിൽ എന്ന് മാത്രമല്ല, ഇപ്പോൾ നടക്കുന്ന പല LC സമ്മേളനങ്ങളിലും ഇത്തരത്തിൽ പാർട്ടിയുടെ അപ്രമാദിത്വം, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തിലും നീണ്ട 3 വർഷം പിണറായി പാർട്ടി ഭരിച്ചിരുന്ന സമയത്തും ഉണ്ടായിരുന്ന പിണറായിയുടെ പിണറായിയുടെ അപ്രമാദിത്വത്തിൻ്റെ പാർട്ടിക്കകത്തെ അപ്രമാദിത്വത്തിൽ പൊറുതിമുട്ടി പാർട്ടിക്കകത്ത് ജനാധിപത്യം വേണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു കൂട്ടം പാർട്ടി പ്രവർത്തകരുടെ ധാർമ്മികമായ രോഷമാണ് ഇന്ന് കരുനാഗപ്പള്ളിയിൽ നടന്നത്. ഏതായാലും ബ്രാഞ്ച്, ലോക്കൽ, ഏരിയ, ജില്ല എന്നിങ്ങനെയുള്ള സമ്മേളനങ്ങൾ നടന്നാൽ മാത്രമേ സംസ്ഥാന സമ്മേളനത്തിലേക്ക് CPM എന്ന പാർട്ടിക്ക് എത്താൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ LC സമ്മേളനങ്ങൾ പലതും പൂർത്തിയാക്കാൻ പറ്റാതെ CPM എന്ന പാർട്ടി വിഷമ വൃത്തത്തിലാണ്. ഏരിയ സമ്മേളനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാതെ സംസ്ഥാന നേതൃത്വം ഇപ്പോൾ വലയുകയാണ്. ഇന്ന് തൊടിയൂരിൽ നടന്ന സമ്മേളനം സംസ്ഥാന പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് നടന്നത്. ഏതായാലും കരുനാഗപ്പള്ളിയിലെ ഔദ്യോഗിക പക്ഷത്തിൻ്റെ നേതാവായ സൂസൻ കോടിയാണ് LC സമ്മേളനം നിയന്ത്രിച്ചത്. സൂസൻ കോടി ആയതുകൊണ്ട് തന്നെ എതിർപക്ഷക്കാരായ PR വസന്തൻ്റെ VSന്റെ ഭരണകാലത്തും VSന്റെ അപ്രമാദിത്യ കാലത്തും VX പക്ഷക്കാരനായിരുന്ന PR വസന്തൻ വിഭാഗമാണ് ഇന്ന് സൂസൻ കോടി നയിച്ച ഈ LC സമ്മേളനത്തിൽ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട LC സമ്മേളന പ്രതിനിധികൾക്കെതിരെ പ്രകടനം നടത്തിയത്. ഏതായാലും കരുനാഗപ്പള്ളി ജില്ലയിൽ ഈ കഴിഞ്ഞ നാളുകൾക്ക് മുന്നിൽ PR വസന്തനെതിരെ എടുത്ത നടപടിക്കെതിരെ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പാണ് ഇന്ന് സൂസൻ കോടിക്കെതിരെ ഇന്ന് മുദ്രാവാക്യങ്ങളുമായി ജനാധിപത്യം പാർട്ടിക്കകത്ത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നത്. ഏതായാലും ഭരണത്തിലെ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയാതെ പിണറായി ഉഴലുമ്പോൾ പാർട്ടി കൂരിന്മേൽ കുരു എന്നുപോലെ പാർട്ടി പ്രശ്നങ്ങൾ അതിലും വലുതാണ്. CPM എന്ന പാർട്ടി CPM എന്ന പാർട്ടിയുടെ ഭരണം ഒക്കെ ആകെ വിഷമവൃത്തത്തിലാണ്. ഇങ്ങനെ നാം പറയുമ്പോൾ ഇപ്പോൾ പാർട്ടിക്ക് ആകെ വേണ്ടത് കണ്ണൂരിലെ സഖാക്കൾ മാത്രമാണോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. പത്തനംതിട്ടയിൽ പാർട്ടിയെ നെഞ്ചോട് ചേർത്ത് നിന്ന ഒരു കുടുംബനാഥൻ നവീൻ ബാബു നഷ്ടപ്പെട്ടിട്ട് അവരോടൊപ്പമാണെന്ന് അവരെ പറഞ്ഞു പറ്റിച്ച് ചതിച്ച ഈ പാർട്ടി ഇപ്പോൾ കണ്ണൂര് PP ദേവിയെ പോലെയുള്ള ഒരു കൂട്ടം ക്രിമിനലുകളെ സംരക്ഷിക്കുന്നതിലേക്കാണോ പോകുന്നത് എന്ന് നമ്മുടെ സമൂഹത്തിന് ചോദിക്കേണ്ടി വരും. ഏതായാലും CPM എന്ന പാർട്ടിക്ക് ഇപ്പോൾ ഉള്ളത് അസ്തമയ സൂര്യന്റെ അവസാനത്തെ പ്രഭയാണോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. ഏതായാലും പിണറായിസം പാർട്ടിക്കകത്ത് തകരുന്നു, ഭരണത്തിൽ പിണറായിസം തകരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അടിച്ചമർത്തൽ ഒരുപാട് നാൾ പാർട്ടിക്കകത്ത് ഒരുപാട് നാൾ അടിച്ചമർത്തൽ നടത്തിയ പിണറായി പക്ഷത്തിനെതിരെ
അതിനെതിരെയുള്ള ആത്മരോക്ഷമാണ് സാധാരണക്കാരായ പ്രവർത്തകർ ഇന്ന് കരുനാഗപ്പള്ളിയിൽ നടത്തിയത് എന്ന് തന്നെ നമുക്ക് ഇവിടെ പറയാം. നന്ദി, നമസ്കാരം.